ഇങ്ങോട്ടൊന്ന് നോക്കി ആന്റി. മോളെ എന്നെ നോക്ക്. മീര പ്ലീസ് മോളെ. പ്രഭേ, എന്താ ഇത്? ഇങ്ങനെ ഇമോഷണലാവരുത്. വാസ്തവത്തിൽ ഈ ഒരു അവസ്ഥയിൽ മറ്റുള്ളവരെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പാടില്ല. മാഡം, എന്താ ഈ കാണിക്കുന്നേ? സോറി. എന്റെ മീര മോളെ തിരിച്ചു വരും, ഉറപ്പായിട്ട് തിരിച്ചു വരും. പ്രഭേന്റെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ പറ്റില്ല അവൾക്ക്. വന്നേ, നമുക്ക് പുറത്ത് നിൽക്കാം. കുറച്ച് സമയം കൂടി ഞാനിവിടെ നിന്നോട്ടെ. വേണ്ട, പറയുന്ന അനുസരിക്ക്. ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അകത്ത് കയറാൻ അനുവദിച്ചത്. ഇങ്ങനെയാണെങ്കിൽ പ്രഭ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്തത്? നിനക്ക് അത്രയ്ക്ക് വിഷമം ഉണ്ടായിരുന്നെങ്കിൽ ആന്റിയോട് പറയണ്ടേ? പ്രഭേ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. പ്രഭേ, മതി, നിർത്ത്, വാ. കുറച്ചു നേരം കൂടി ഞാൻ അവളുടെ അടുത്ത് നിന്നോട്ടെ പ്ലീസ്. ഞാൻ ഒന്നും സംസാരിക്കില്ല. ചേച്ചി, എന്താ ദേവിക? കേറി വാ. എന്താ എന്താ കാര്യം? നീ എന്താകെ വല്ലാതിരിക്കുന്നേ? എന്താന്ന് വെച്ച കാര്യം പറ. മീര. ഓ, അത് ശരി. അവള് വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയല്ലേ? അല്ല ചേച്ചി, ഇതൊന്നൊരു കഷ്ടമാണ്. ഇവള് മനുഷ്യനെ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ. ഉണ്ടോ അവിടെ? ഞാൻ അവളുമായിട്ടൊന്ന് സംസാരിക്കാൻ പോവോ? എല്ലാം തുറന്നു പറയും ഞാൻ. ചേച്ചി, ചേച്ചിയപ്പോ അറിഞ്ഞില്ല അല്ലേ? എന്ത്? ഞാൻ കരുതി ആന്റി വിളിച്ചിട്ടുണ്ടാവൂന്ന്. നീ കാര്യം പറ. മീര ഹോസ്പിറ്റലില. സീരിയസാ? എന്ത്? ആത്മഹത്യക്ക് ശ്രമിച്ചതാ. ഞങ്ങള് കാരണമാണെന്ന് ആന്റി പറയുന്ന.
നന്ദു ആശുപത്രി പോയിട്ടുണ്ട്. ഞാൻ ആശുപത്രി പോയിട്ട് വരാം. ചേച്ചി, എനിക്കെന്തോ പേടിയാവുന്നു. ഞാൻ നന്ദനൊന്ന് വിളിക്കട്ടെ. വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. എങ്ങനെയായിരുന്നു അവള്? എനിക്ക് പറയാൻ തന്നെ പേടിയാവുന്നു ചേച്ചി. കയ്യിലെ ഞരമ്പ് മുറിച്ച്. അയ്യോ, ചേച്ചി, ഞാൻ കാരണമാണോ? നീ കാരണമാണെന്നോ? അവൾക്ക് മരിക്കാൻ തോന്നി, അത്ര തന്നെ. എനിക്ക് സഹതാപമല്ല, ഇപ്പൊ ദേഷ്യ തോന്നുന്നു അവളോട്. ദേവിക, നീ സമാധാനായിട്ടിരിക്കെ. ഒന്നുമില്ല, ഞാനില്ലേ ഇവിടെ. അമ്മ നന്ദന് വരട്ടെ. ഏത് രീതിയിൽ അവള് സമാധാനം ഇല്ലാതാക്കുവാണല്ലോ. ഈശ്വര, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? അമ്മേ, മീര, മീരയോട് അമ്മ സംസാരിച്ചോ? എന്താ അമ്മേ, മീരയ്ക്ക് എങ്ങനുണ്ട്? എന്തെങ്കിലും ഒന്ന് പറ. ആൻറ്റി, ഈ ഒരു അവസ്ഥയിൽ ആൻറ്റി ഇവിടെ നിൽക്കണ്ട. ചിലപ്പോൾ ആൻറ്റിക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഞാൻ നിന്നോളാം. ആൻറ്റി വീട്ടിലേക്ക് ചെല്ല്. നീ ചെല്ല്. ആൻറ്റി ഒന്ന് വിശ്രമിക്കട്ടെ. എന്റെ മോനെ കൊണ്ട് കുഴി ചാടിച്ചിട്ട് വിശ്രമിക്കാൻ പറയുന്നോ? അമ്മ,
നീ ഒരാളാ ഇതിനെല്ലാത്തിനും കാരണം. നീ മിസ്ഗൈഡ് ചെയ്ത് എന്റെ മോനെ വഴിതെറ്റിച്ചു. ആന്റി, ഞാൻ അമ്മേ പ്ലീസ്, എന്തൊക്കെയാ പറയുന്നേ? ആന്റി, എന്താ? മുരളി, നീ സംസാരിക്കണ്ട. അമ്മേ, ഇത് ആശുപത്രിയാ, ഒച്ചെടുക്കല്ലേ. ഞാൻ ഓങ്ങി വച്ചേക്കാം. ഒരു ദിവസം എല്ലാം കൂടി അങ്ങ് തീർക്കും. അമ്മേ പ്ലീസ്. സ്വന്തം വ്യക്തിത്വം തിരിച്ചറിയുക, അതാ മനുഷ്യൻ ആദ്യം വേണ്ടത്. അല്ലെങ്കിൽ നിന്നെ പോലെ ആരുടെയെങ്കിലും അടിമയായിട്ട് നടക്കേണ്ടി വരും. ഇതുപോലെ വേണ്ടപ്പെട്ടവർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും കണ്ട് ICUവിന്റെ മുമ്പിൽ കാവലിരിക്കേണ്ടി വരും. അമ്മേ. നന്ദ, ആന്റി പറഞ്ഞോട്ടെ. എനിക്ക് ആന്റിയുടെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. എന്ത് മനസ്സിലാവുന്നുണ്ടെന്ന്? എന്താ നീ പറഞ്ഞത്? എന്റെ മീരമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. അമ്മേ, അമ്മ ഇതിനെ മുരളിയോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? സൈലൻസ്. നന്ദ, എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കും ഞാൻ. അകത്തൊരാൾ മരിക്കാൻ കിടക്കുന്നു, ഇവിടെ കണക്ക് ചോദിക്കലും വെല്ലുവിളിയും. പ്രഭേ, നിങ്ങൾ വീട്ടിൽ പൊക്കോ. ഇവിടെ ആരും വേണ്ട. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ആന്റി സോറി, അമ്മ ദേഷ്യം കൊണ്ട് എന്തൊക്കെയാ പറഞ്ഞു. അറിയാതെ ഞാനും പ്രതികരിച്ചു പോയതാ. സോറി, ഇനി ഉണ്ടാവില്ല. പ്രഭേ, ക്ഷമയോടുകൂടി ഇവിടെ നിൽക്കാമെന്നുണ്ടെങ്കിൽ മാത്രം നിന്നാ മതി. എനിക്കിങ്ങനെ നിങ്ങളുടെ പുറകെ നടക്കാനൊന്നും സമയമില്ല. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞ ശരിയായിട്ട് വന്നോ? മീരമോള് നന്ദമോനെ കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ ആ ദേവി ഇവിടെ കിടന്ന് എന്ത് അട്ടഹാസായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, നന്ദമോനെ കിട്ടാൻ വേണ്ടി മീരമോൾ ആത്മഹത്യക്ക് ശ്രമിച്ചില്ലേ? ഇനി കളികൾ പലതും നടക്കും. അന്ന് ദേവിക എന്നോട് പറഞ്ഞില്ലേ എഴുതി വെച്ചോളാൻ. ദേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എഴുതി വെച്ചോ. മീരമേഡത്തിന്റെ ഈ സംഭവം ഇല്ലേ, ആത്മഹത്യക്ക് ശ്രമിച്ചത്, അത് കാര്യങ്ങളെ തിരിച്ചു മറിക്കാൻ പോവുക. കഥ ഇനിയാ കൊഴുക്കാൻ പോകുന്നത്. ഇനി മീരമേടെങ്ങാനും മരിച്ചെന്നിരിക്കട്ടെ, എന്തൊക്കെയാവും നടക്കുന്നത്? അന്വേഷണം നടക്കും, അറസ്റ്റ് നടക്കും, ജയിലിലും ആകും. പിന്നെ എന്തായാലും ജയിലിൽ സമയാസമയങ്ങളിൽ ആഹാരം കിട്ടും. അത് ദേവികയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവും. ദേവിക ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒന്നും മിണ്ടാതിരിക്കടി. ഞാൻ പറയും. ഇപ്പൊ പറഞ്ഞില്ല പിന്നെ എപ്പ പറയാനാ? ഇനി ഏതെങ്കിലും രീതിയിൽ അറസ്റ്റ് ഒഴിവായെന്നിരിക്കട്ടെ, മീരമേഡത്തിന്റെ ആത്മാവ് ദേവികയെ വെറുതെ വിടുവോ? പിറകെ നടന്ന് വേട്ടയാടും, പിറകെ നടന്ന് ഉപദ്രവിക്കും, ഉണ്ണാനോ ഉറങ്ങാനോ വിടില്ല. മാനസിക നില തെറ്റും. പിന്നെ ദേവിയെ കൊച്ചു ആത്മഹത്യ ചെയ്യും. മതിയടി, ഇനി നിന്റെ നാവ് പൊന്തിയാല് അതങ്ങ് പിഴുതെടുക്കും ഞാൻ. എന്റെ നാവ് പിഴുതെടുക്കുന്നതിന് മുമ്പ് ആ ദേവിക എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്ക്. ആശുപത്രിയിൽ മീരമാടത്തെ കണ്ട് കാല് പിടിക്കാൻ പറ.
എന്നിട്ട് ഒഴിഞ്ഞു പോകാൻ പറ. കാല് പിടിച്ച് കരഞ്ഞാൽ മീരമാടൻ ചിലപ്പോ ക്ഷമിക്കും. ആരെയാണ് നിനക്ക് ഒഴിപ്പിക്കേണ്ടത്? എനിക്ക് ആരെ ഒഴിപ്പിക്കണ്ട. ഒഴിപ്പിക്കേണ്ടവരൊക്കെ മീരക്കുഞ്ഞ് ഒഴിപ്പിച്ചോളും. ഈ മീനാക്ഷി കുറെ കണ്ടതാ. മോളെ, അവിടെ എന്തായി? മീര പോകാനുള്ള എന്തെങ്കിലും ഭാവമുണ്ടോ? അമ്മേ, എന്താ മോളെ, നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? എന്താ കാര്യം? അമ്മേ, എനിക്ക് എന്താ മോളെ പറ, എന്താ പറ്റിയ നിനക്ക്? അമ്മേ, മീര ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്താ എന്താ നീ പറഞ്ഞത്? കൈഞ്ഞരുമ്പ് മുറിച്ചെന്നാ പറഞ്ഞ. ഇപ്പൊ ഹോസ്പിറ്റലില്. എന്താ അമ്മേ? അമ്മേ, മോളെ, നീ എവിടെയാ? നന്ദൻ, മീര ഇപ്പൊ എവിടെയാ? എങ്ങനെയുണ്ട് അവൾക്ക്? നന്ദനും ആന്റിയും ഒക്കെ ആശുപത്രിയില. നന്ദു കാരണം മീര ഇത് ചെയ്തെന്നാ പറയുന്നത്. ഈശ്വര, അമ്മേ, അമ്മ കരയാണോ? മോളെ, നീ പേടിക്കണ്ട, പേടിക്കരുത്. ഇല്ലമ്മേ. ശരി ശരി, അമ്മ ഫോൺ വെച്ചു. ശരി. എന്താ അമ്മേ, എന്തിനാ കരയുന്നേ? ആ മീര, അവള് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അമ്മേ, പ്രഭ, താൻ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞില്ലേ പൊയ്ക്കോ. നന്ദ, മുരളി എവിടെ? അവൻ പോയോ? ഇല്ല, അവ ഇവിടെ ഉണ്ട്. താൻ ഇങ്ങനെ ഉറക്കമുളച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, വീട്ടിൽ പോയി വിശ്രമിക്കേ. ഇനി അഥവാ നിന്നേ പറ്റുള്ളൂ എങ്കിൽ
ആരെങ്കിലും ഒരാൾ നിന്നാ മതി. നന്ദൻ ഇവിടെ നിൽക്കട്ടെ. ഏതെങ്കിലും സാഹചര്യത്തിൽ അവൻ അകത്ത് കിടക്കുന്ന മീരയെ കാണേണ്ടി വന്നാ കാണട്ടെ. പ്രഭ എന്താ ആലോചിക്കുന്നേ? അല്ല, ഞങ്ങൾ പോയാൽ എങ്ങനെയാ? മീരമോൾ ഇവിടെ കിടക്കുമ്പോ. എന്നാ നന്ദൻ ഇവിടെ നിൽക്കട്ടെ. എന്നാ ഞാൻ വീട്ടിലോട്ട് പോട്ടെ മോനെ. അമ്മ വയ്ക്കോ, ഞാൻ ഇവിടെ നിന്നോളാം. ആ, അപ്പൊ തീരുമാനമായല്ലോ. എന്നാ താൻ ചെല്ല്. നന്ദ, ഞാൻ ഡ്യൂട്ടി റൂമിലുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി ആന്റി. അമ്മ പൊയ്ക്കോളൂ. അമ്മേ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്താ? കാര്യങ്ങളുടെ ഗൗരവം നിനക്ക് നന്നായിട്ട് അറിയാലോ അല്ലേ? ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു കിട്ടിയല്ലോ അമ്മേ. പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ദൈവത്തിന്റെ കയ്യിലാ മീരമോളുടെ ജീവൻ. മരണമോ ജീവിതമോ എന്നറിയാതെ ഇതിനകത്ത് കിടക്കുന്ന ആ കുട്ടി ഏതാണെന്നറിയാമോ? നീ താലി കെട്ടിയ പെണ്ണാ.